ആയവന ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിന്റെ കൊടുമുടിയിലേക്ക് നയിച്ച 5 വർഷമാണ് കടന്നുപോയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഭരണസമിതിക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത ഭരണ നേട്ടങ്ങളാണ് നടപ്പിലാക്കിയത്. ടൂറിസം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തുവാൻ സുറുമി അജീഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ പുതിയ 1-ാം വാർഡിലാണ് സുറുമി അജീഷ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ 5 വർഷം ആയവന പഞ്ചായത്തിനെ വികസന നേട്ടത്തിന്റെ നെറുകയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ആയവന പഞ്ചായത്ത് പുതിയ 1-ാം വാർഡിൽ മത്സരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സുറുമി അജീഷ്. ഇത് 2-ാം തവണയാണ് സുറുമി അജീഷ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ 1-ാം വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ചാണ് ആയവന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ വനിതയായി മാറിയത്. ആരോഗ്യം, ടൂറിസം, വിദ്യാഭ്യാസം, ഭവന പദ്ധതികൾ തുടങ്ങി പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും മുന്നേറ്റവും വികസനവും കാഴ്ചവെക്കാൻ സുറുമി അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും ഒരേ സീറ്റുകളാണ് ലഭിച്ചത്. നറുക്കെടുപ്പിലൂടെയാണ് സുറുമി അജീഷ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചാണ് സുറുമി അജീഷ് ആയവന ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആയവന ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കക്കടാശ്ശേരി കാളിയാർ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഫലവത്തായി നടപ്പിലാക്കാൻ സുറുമി അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സുറുമി അജീഷ്, ആയവന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിന്റെ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് നാടിൻ്റെ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ 141ഓളം പേർക്ക് വീട് നൽകാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജലജീവ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് സൗജന്യമായി കുടിവെള്ള പദ്ധതി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ, ചേറ നവീകരണം, PHC എല്ലാ മേഖലകളിലേക്കും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആയവന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നും ഞാൻ വീണ്ടും ജനവിധി തേടുകയാണ്. നാളെ ഇതുവരെ നിങ്ങൾ നൽകിയ സഹായത്തിനും സഹകരണത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും എനിക്കൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കാൻ പഞ്ചായത്ത് നിർണായകമായ പങ്കാണ് വഹിച്ചത്. പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിവിധ ഫണ്ടുകളും ഇതിനായി ഉപയോഗിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് ലഭ്യമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും പട്ടികജാതി പട്ടികവർഗ ഫണ്ടുകൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചും പൂർണ്ണമായി വിനിയോഗിക്കുകയും ചെയ്തു. കുടുംബശ്രീ യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുന്നതിനും ലൈഫ് ഭവന പദ്ധതിയിൽ 171 വീടുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞതും പ്രധാന നേട്ടങ്ങളിലൊന്നാണ്. ലൈഫ് പദ്ധതിയിലൂടെ ഏറ്റവുമധികം വീട് നൽകിയതും 1-ാം വാർഡിലാണ്. കാർഷിക മേഖലയുടെ വികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. തോട്ടഞ്ചേരി പാലം പുനർനിർമ്മിക്കാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. മാലിന്യ സംസ്കരണം കുറ്റമറ്റതാക്കി പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു. മത്സ്യകർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. തണ്ണീർത്തടങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിച്ചു. ചെമ്പ്രങ്കോട്ട് ചിറ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ആയവന ഗ്രാമപഞ്ചായത്ത് അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറി. 30 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതി നടപ്പിലാക്കിയത് പഞ്ചായത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ഹോമിയോ ആശുപത്രിക്ക് വാടക കെട്ടിടത്തിൽ നിന്നും മോചനം നൽകി പുതിയ ആശുപത്രി നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും ആയവന ഗ്രാമപഞ്ചായത്ത് മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വലിയ നേട്ടമാണ് കഴിഞ്ഞ 5 വർഷം കൈവരിച്ചത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കാൻ സുറുമി അജീഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സുറുമി അജീഷ് വീണ്ടും 1-ാം വാർഡിൽ ജനവിധി തേടുന്നത്.